ഇതിനു മുമ്പും ഒരുപാട് ലെജൻസ് ഉണ്ടായിരുന്നു. ആ ലെജൻസ് ഇല്ല, ഇപ്പോൾ നമുക്ക് പുതിയ ലെജൻസ് ഉണ്ട്. അപ്പോൾ ഇനി യമാലിനെ പോലെ പുതിയ യങ്സ്റ്റേഴ്സ് പോലെ ബ്രസീലിലെ പെൻഡ്രിക്കിനെ പോലെ അങ്ങനെ പുതിയ യങ്സ്റ്റേഴ്സ് ഉയർന്നു വരും. നിരവധി ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. എന്നാലും അർജന്റീന തന്നെയാണ് ലോകമെമ്പാടും ജനങ്ങളുടെ മനസ്സിൽ. എന്തായാലും ആ കളിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പകരം വിട്ടും. ലാസ്റ്റത്തെ മാച്ചസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കം ബാക്ക് എന്നുള്ള രീതിയിൽ അർജന്റീന സൂപ്പറായിരുന്നു. ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശങ്ങളൊക്കെ കെട്ടിറങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിലും അതേപോലെ തന്നെ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലും മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അതിൽ ചില സങ്കടകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫാൻസിന് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു മാച്ച് ഒന്നും കൂടി വരികയാണെങ്കിൽ, വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ, വേൾഡ് കപ്പ് ഒരിക്കൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ആർക്കൊക്കെ പെർഫോമൻസ് വൈസ് പിന്നെയും വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യതകളുണ്ട്, എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഫാൻസിന് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. 90 മിനിറ്റ്സിൽ ഒരു ഷോട്ട് പോലും അടിക്കാൻ പറ്റില്ല എന്നുള്ളത് അർജന്റീനയെ സംബന്ധിച്ചൊരു മോശം റെക്കോർഡാണ്. അർജന്റീൻ ഫാൻസോ അല്ലെങ്കിൽ അർജന്റീൻ ഫുട്ബോൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഹിസ്റ്ററിയാണ്. കാരണം നമ്മൾ അത്രയും നല്ലൊരു മാച്ച് എക്സ്പെക്ട് ചെയ്ത് അവർ ടൂർണമെന്റിൽ അത്യാവശ്യം നല്ല ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു. പക്ഷേ ഫൈനലിൽ ആ ഒരു പെർഫോമൻസ് അവർക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇതൊരു റീമാച്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ സൂണായിട്ട് ഇത് വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീനയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി അർജന്റീനയെ ട്രോളുന്ന പോലെയാണ്. നമ്മൾ പൊതുവെ ഈ ടൂർണമെന്റ് ഉള്ളതിനോളം അർജന്റീനയും അതുപോലെ തന്നെ ഫിഫായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദ വിഷയങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം സ്പെയിൻ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് ഫുള്ളി ഡോമിനേറ്റിംഗ് ടീമായിരുന്നു സ്പെയിന്. കാരണം ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് ആകെ ഒറ്റ ഗോൾ മാത്രം കൺസിഡർ ചെയ്തൊരു ടീമായിരുന്നു. അപ്പോൾ അവർ അത് ഡിഫൻസ് അത്രയും സ്ട്രോങ് ആയി, അത്രയും ഒരു ടീം സ്പിരിറ്റ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് റീമാച്ച് നടന്നാൽ പോലും ഇതിൽ റിസൾട്ടിലൊരു മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. മേ ബി അർജന്റീനയ്ക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത് തോറ്റു എന്ന് പറയാനുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാക്കായിരുന്നു. അങ്ങനെ അതെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് അടുത്ത ലോകകപ്പ് വരുമ്പോഴേക്കും ഇപ്പോൾ മെസ്സി ഉണ്ടാവില്ല, നെയ്മർ ഉണ്ടാവില്ല, അങ്ങനെ കുറേ ആൾക്കാരില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഡിസപ്പോയിന്റിങ് ആണ്. പിന്നെ നമ്മൾ ഒരു ട്രാൻസിഷൻ പീരിയഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് ലെജൻസ് ഉണ്ടായിരുന്നു. ആ ലെജൻസ് ഇല്ല, ഇപ്പോൾ നമുക്ക് പുതിയ ലെജൻസ് ഉണ്ട്. അപ്പോൾ ഇനി യമാലിനെ പോലെ പുതിയ യങ്സ്റ്റേഴ്സ് പോലെ ബ്രസീലിലെ പെൻഡ്രിക്കിനെ പോലെ അങ്ങനെ പുതിയ യങ്സ്റ്റേഴ്സ് ഉയർന്നു വരും. അപ്പോൾ നമുക്ക് അവർ റീപ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ട്രാൻസിഷൻ പീരിയഡിലാണല്ലോ. അപ്പോൾ എല്ലാ സമയത്തും എല്ലാ ലെജൻസും ഒരു ലെജൻസ് ഇറങ്ങുമ്പോൾ പിന്നെ അടുത്തൊരു പുതിയ ടീം ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആസ് എ ഫാൻ നമുക്ക് സെയിം ആണ്. കാരണം നമ്മൾ ഗെയിമിനെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഗെയിംസിൽ നമുക്ക് പ്രൊഡക്ട്സും ഓരോ ലെജൻസും ഉണ്ടാവും എന്നുള്ളത് എല്ലാ സമയത്തും നല്ല തന്നെയാണ്. അർജന്റീന ലോകമെമ്പാടുള്ള ജനങ്ങളുടെ ഒരു വികാരമാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇവര് ലാസ്റ്റ് സെമിയിലാണ് പോയത്. ഇവരെ തകർക്കാൻ മറ്റേ സ്പെയിൻ ഇവരെ വാരാൻ വേണ്ടിയിട്ട് നല്ലോണം തകർത്ത് കളിച്ച്. അതിപ്പോ ജനത്തിന് അവര് കപ്പ് കൊണ്ടുപോയപ്പോ അർജന്റീന ഫാൻസിന് ഒരു വല്ലാത്തൊരു ഇമോഷനായി. അപ്പൊ അതിനെക്കുറിച്ച് നിരവധി ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. എന്നാലും അർജന്റീന തന്നെയാണ് ലോകമെമ്പാടും ജനങ്ങളുടെ മനസ്സിൽ. ഇനി അടുത്ത കളി ഇവർക്ക് കപ്പ് കിട്ടണമെന്നാണ്. അതായത് ഈ സ്പെയിനല്ല, അർജന്റീനയ്ക്ക്. അപ്പം അതിനുള്ള പോരാട്ടം അവർ സെമിയിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒരു ഗോളും വിട്ടുകൊടുക്കാതെ അടിക്കണമെന്നാണ്. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്ക് കുറെ പേര് ഉണ്ടാവില്ല, മെസ്സി ഉണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ച് അല്ല ഉണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഇനി സ്പെയിനും ഈ അർജന്റീന കളിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അർജന്റീന തന്നെ ഗോൾ അടിക്കണമെന്നാണ്. ഒരൊറ്റ ഗോളും വിട്ടുകൊടുക്കരുതെന്നാണ് ലോകമെമ്പാട് ജനങ്ങളുടെ ഒരു പ്രതികരണം. ഓക്കെ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു റീമാച്ച് വെക്കാണ് ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ കളിയിൽ. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അർജന്റീനക്ക് ഇത് കിട്ടാൻ ചാൻസ് ഇല്ലേ? ലാസ്റ്റ് കളിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്പെയിനും അർജന്റീനയും തമ്മിൽ കളിക്കണമെങ്കിൽ തന്നെ മിക്ക ഫ്രാൻസുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ മിക്ക കളിക്കണമെങ്കിൽ തന്നെ ഇവര് സെമി ഫൈനലിലാണ് ഇപ്പൊ ഇത്തവണത്തെ കളിക്ക് പോയത് ലാസ്റ്റ്. എന്നാലും ഒരൊറ്റ ഗോളും പക്ഷേ മറ്റേ ഇവരുണ്ടല്ലോ ഇവര് സ്പെയിന്. അപ്പൊ അവര് മുഖേന ഗോളുകൾ ഒരു ഗോള് ഒരു വിട്ടില്ല എന്നാണ്. പക്ഷെ അർജന്റീനനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിന്റെ നിരവധി ബോർഡുകളും കണ്ടിട്ടുണ്ട്, കപ്പ് മൊത്തം വെച്ചിരിക്കണതൊക്കെ. അപ്പൊ ആ ഒരു ഇത് ജനങ്ങൾക്ക് അർജന്റീനയ്ക്ക് കിട്ടണം എന്നായിരുന്നു ലോകമെമ്പാടും ജനങ്ങളുടെ ഒരു ആവേശം. പക്ഷെ ഇത് TV പ്രോഗ്രാം ഉണ്ടായിരുന്നു തന്നെ, വലിയ ഗാലക്സിയിലൊക്കെയാണ് ഇത് കാണിക്കണ്ടായിരുന്നത്. പ്രത്യേക മെമ്പർഷിപ്പ് എടുക്കണല്ലോ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു സാഹചര്യം നോക്കി കഴിഞ്ഞാൽ അടുത്ത കളിക്കും അർജന്റീനയ്ക്ക് തന്നെ ഒരു ഇത് കിട്ടണമെന്നാണ് ലോകമെമ്പാടും ജനങ്ങളുടെ ഒരു പ്രതികരണവും ആവേശവും. അത് നടപ്പിലാക്കാനാണ് കേരളം ഇപ്പോഴും കാത്തിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് കളി? കുഴപ്പമില്ല. വിഷമായോ ഔട്ടായി?
ചെറുതായിട്ട് മീൻസ് ഇനിയിപ്പോൾ ഒരു റീമാച്ച് വരികയാണ് വിചാരിക്കാം, അപ്പോൾ അവർക്ക് കിട്ടോ? അടിയും. ഉറപ്പാ? അതെന്താ? എന്തായാലും ആ കളിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പകരം വിട്ടും. എങ്ങനെയുണ്ടായിരുന്നു മൊത്തം ടീമിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ ഞാനിപ്പോൾ അന്ന് എനിക്ക് നല്ല ബാഡ് അടിച്ചിരുന്നു, പക്ഷെ പിന്നെ റീലൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ല. കാരണം അവര് കളിക്കുന്നതിൻ്റെ എത്ര മണിക്കൂർ മുന്നേ എത്തിക്കണേ. അതിൻ്റെ ഇതിൽ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പറഞ്ഞത്. അപ്പോൾ ഈ കഴിഞ്ഞ ലോകകപ്പിൽ ലാസ്റ്റ് മെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അർജന്റീനയെ കുറിച്ച് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവർ എന്തായാലും കപ്പടിക്കുക ആ ഒരു വൈബിലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അവര് ഭയങ്കര ഇതായിട്ട്, അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ടു ബി ഓണസ്റ്റ്ലി ഞാനൊരു ടീമിനെ ഇതിനേക്കാളും കൂടുതൽ ഫുട്ബോളിനെ ആരാധിക്കുന്ന ഒരാളാണ്. ലൈക്ക് ലാസ്റ്റത്തെ മാച്ചസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കം ബാക്ക് എന്നുള്ള രീതിയിൽ അർജന്റീന സൂപ്പറായിരുന്നു. പക്ഷെ അതിനേക്കാളും ഉപരി ചില ഫൗൾസ് ഒന്നും ഫൗളല്ല. അതായത് അർജന്റീന പ്ലേയേഴ്സ് പറയുന്ന സമയത്ത് കറക്റ്റ് വാറ് പോകുന്നു. ലൈക്ക് ഈജിപ്തിൻ്റെ കളി ആയിക്കോട്ടെ, സ്വീഡൻ അതായത് സ്വിറ്റ്സർലൻഡിൻ്റെ കളി ആയിക്കോട്ടെ, ഈ രണ്ട് കളിയിലും നോക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഫൗളൊന്നും ഫൗളല്ല. ഇവിടെ തൊട്ട് കഴിഞ്ഞ ഫൗള് ലൈക്ക് അതും ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. സോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ലൈക്ക് ഈ ലാസ്റ്റത്തെ മാച്ചിനകത്ത് 68% പൊസിഷൻ ഉണ്ടായത്. അതായത് ഈ സ്പെയിന് പോർച്ചുഗലായിട്ട് കളിക്കുന്ന സമയത്ത് അതിനും കൂടുതലും ഉണ്ടായിരുന്നു, ഷോട്ട് ഓൺ ടാർഗറ്റ്സും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് നോക്കുന്ന സമയത്ത് വെറും എത്രയാണ് 30 സംതിങ് ഈ പൊസിഷനും പിന്നെ അതേപോലെ തന്നെ ഷോട്ട് ഓൺ ടാർഗറ്റ്സ് 0 ആയിരുന്നു. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അർജന്റീന ടീമിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതും. പിന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇടിയായി. പിന്നെ അതേപോലെ തന്നെ വേൾഡ് കപ്പ് കൊടുക്കുന്ന സമയത്ത് അവർ മാറി നിന്നിച്ചു. ആക്ച്വലി അതായത് അൺഅക്സെപ്റ്റബിൾ ആണ്. സോ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അർജന്റീന ഫാൻസ് എന്നുള്ള രീതിയിനകത്ത് അർജന്റീന സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അർജന്റീന ടീം ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ അർജന്റീന ടീമിന് ഇങ്ങനെ കുറിച്ചായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ബാഡുണ്ട്. ബട്ട് സംഭവ നല്ല സങ്കടമുണ്ട്. ഈ പ്രാവശ്യം കപ്പ് അടിച്ചില്ല. ഇപ്പോൾ നെയ്മർ ആയിക്കോട്ടെ, നമ്മുടെ റൊണാൾഡോ ആയിക്കോട്ടെ, നമ്മുടെ ലൂക്കാ മോഡ്രിച്ച്, ഇവരെല്ലാവരൊക്കെ കളിയിൽ നിന്ന് പോവുകയാണെന്ന് കേൾക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ എറ. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റത്തെ? പറഞ്ഞു അവരുടെ പെർഫോമൻസ് ഇല്ല, നല്ലപോലെ കളിച്ചിട്ടില്ല. ഇല്ല. അല്ല, ആസ് അർജന്റീന ഫാൻ നല്ല കളിയായിരുന്നില്ല. നല്ല കളിയല്ലായിരുന്നേ. ആണോ? ആണോ? ഇനി ഒരു കളിയും കൂടി ഇവരാണെന്നുണ്ടെങ്കിൽ അവര് വിജയിക്കോ? ഇനിയൊരു കളിയും കൂടി സെയിം കളി ഈ സ്പെയിനും അത് അർജന്റീനയായിട്ട് അതെന്തായാലും വിജയിക്കും. ഉറപ്പാണ്.